1,15,000. 1.5 കൊടുക്കാം. 1.15 കൊടുക്കാം. അടിപൊളി. അതായത് ഇപ്പോൾ അൾട്ടോ ഒന്നും എടുക്കാൻ പോകണം. അൾട്ടോനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ്. നമുക്ക് ലാസ്റ്റ് ഒരു 3.10 കൊടുക്കാം. 3.10 മോഡൽ 3.10 2015 ഡീസൽ ആസ്പയർ. അടിപൊളി. 3.10 2015 വണ്ടി. ആക്സിഡന്റോ കാര്യങ്ങളോ വില നമുക്ക് 3.55. 2016 വണ്ടിയാണ്, അതും സ്പോർട്സ് ആണ് അല്ലേ? സ്പോർട്സ് ആണ്. ഓക്കെ, മോശമില്ലാത്ത എല്ലാവിധ ഫീച്ചേഴ്സും അലവിയിൽ വെച്ച് ബാക്കി എല്ലാം ഉണ്ട്. 1.15 രണ്ട് വണ്ടി കിടപ്പുണ്ട്. രണ്ട് വണ്ടിയും കൂടി 1.15 അല്ല, ഇതിന് 1.15 അതിന് 1.15. 15 വണ്ടി എന്തോ 2,65,000 കൊടുക്കും. 2.65. അടിപൊളി, നല്ല പ്രൈസ് ആട്ടോ ഈ ഒരു ഷേപ്പിൽ. അതുകൊണ്ടാണ് പറയുന്നത്. 4.30 അല്ലേ? 4.30. എന്തെങ്കിലും കുറയൂലേ? ചെറിയ രീതിക്ക് ചെയ്ത് കൊടുക്കും. കൺഫേം ആയിട്ട് 4 ലക്ഷം രൂപ ലോണും കയറും. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം. റേറ്റ് നമുക്ക് ലാസ്റ്റ് ഒരു 5.40 കൊടുക്കും. 5.40. ആലോചിക്കണം, നിങ്ങൾ 2021 സ്വിഫ്റ്റിന് പോലും നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടാത്തപ്പോഴാണ് നിങ്ങൾക്ക് 7 സീറ്റർ വണ്ടി 5.40 കിട്ടുന്നത്. അതും നെഗോഷ്യബിൾ ആണ് അല്ലേ? നമ്മൾ ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാവൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ക്ലബ്സിൽ നമ്മുടെ സ്വന്തം ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളിവിടെ എപ്പോൾ വീഡിയോ കാണിക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, അതായത് എസ്പെഷ്യലി ഇപ്പോൾ മഞ്ചേരിനൊക്കെ നടത്തുന്നൊരു ഷോറൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് വിൽക്കുന്ന വണ്ടികൾക്കൊക്കെ ആ ഒരു ക്വാളിറ്റി വേണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ക്വാളിറ്റി, അതുപോലെ തന്നെ വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. നമ്മൾ എന്ത് പറയുന്നു അത് 100% ജെനുവിനായിരിക്കും. അതിൻ്റെ മേലേക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നല്ല വില കുറച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാഹനങ്ങളുടെ വിലയും നിങ്ങൾ പുറത്തുള്ള വാഹനങ്ങളും സെയിം സാധനം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയും വില കുറച്ചിട്ടാണ് എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് വാഹനങ്ങൾ തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ സാധാരണ മഞ്ചേരനോ അല്ലെങ്കിൽ നമ്മുടെ സനൂപൊക്കെ ആരും ഉണ്ടാവില്ലത്. ഇന്ന് നമ്മുടെ ആദിത്യനാണുള്ളത്. ബ്രോ, എന്തൊക്കെയാണ് വിശേഷം? സുഖം. അപ്പോൾ എന്തായാലും ആദ്യത്തെ നമ്മുടെ ഇവിടുത്തെ പുതിയ ആളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ആദിത്യനാണ് കാണുക. നമ്പറൊക്കെ വെക്കുന്നുണ്ട്, അവനെ വിളിച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണ്ടോ? പിന്നെ എങ്ങനെയുണ്ട് വണ്ടി ഇപ്രാവശ്യം? ഞാൻ ഒരു തള്ളല്ലേ, നീ തള്ളു. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം വണ്ടി കിടക്കുന്ന വണ്ടികളുടെ ഒരു അവസ്ഥ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മുടെ കയ്യിലുള്ളത്. അത്യാവശ്യം ലോ കിലോമീറ്റർ, അത്യാവശ്യം സർവീസും കാര്യങ്ങളെല്ലാം പോയത് ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി ഉള്ളൂ, അതാണ് മെയിൻ. അതായത് ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്പർ 1 സംഭവം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം, വിലക്കുറവ് എല്ലാം നോക്കേണ്ടത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലോ? അപ്പോൾ ആദ്യത്തെ വണ്ടി തന്നെ ഡ്രൈവറാണ്. 2021 10 മാസം ഇറങ്ങിയ വണ്ടിയാണ് ഇത്. 2021 മോഡൽ ഡ്രൈവർ RX ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഇല്ല, മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റാണ് അല്ലേ? നീറ്റാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫോട്ടോസ് ഒക്കെ അവൻ അയച്ചു തരും കേട്ടോ. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും വരുന്നൊരു വണ്ടിയാണ്. അതെ, ആലോചിക്കണം, 7 സീറ്റർ വണ്ടിയാണ്. പെട്രോൾ ഏകദേശം ഒരു 14-15 മൈലേജും കിട്ടും. എന്ത് വിലയുണ്ട്? റേറ്റ് നമുക്ക് ലാസ്റ്റ് ഒരു 5.40 കൊടുക്കും. 5.40. ആലോചിക്കണം, നിങ്ങൾ 2021 സ്വിഫ്റ്റിന് പോലും നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടാത്തപ്പോഴാണ് നിങ്ങൾക്ക് 7 സീറ്റർ വണ്ടി 5.40 കിട്ടുന്നത്. അതും നെഗോഷ്യബിൾ ആണ് അല്ലേ? ചെറിയ രീതിക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് ചെയ്ത് തരും കേട്ടോ. അതും ഇതിൽ അങ്ങനെ ഏറ്റവും വില കുറച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടിയുടെ ക്വാളിറ്റിയും കൂടി നോക്കണം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആസ്പയർ അല്ലേ? ഫോർഡ് ആസ്പയർ ആണ്. അതായത് എന്താ പറയുക, ക്വാളിറ്റി ഇടിച്ചാൽ പൊളിയാത്തൊരു സാധനമാണ്. ഫോർഡിന്റെ ഇരുമ്പിന്റെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വണ്ടിയാണ്, അന്യായ ബോഡി ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ ശരിക്കും മോഡൽ ഏതാ? ഇത് വരുന്നത് നമുക്ക് 2015 മോഡൽ. 15 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസലാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നല്ല മൈലേജ് ആട്ടോ. ഏകദേശം ഒരു 20-25 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. 1.5 ആണ് വരിക. 1.5 ഇത് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. ടൈറ്റാനിയം പ്ലസ്. ഓ അടിപൊളി. 6 എയർ ബാഗ് അടക്കം വരുന്ന സാധനം കേട്ടോ. അതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളി നീറ്റ് കണ്ടീഷൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.30 ഓടിയത്. പക്ഷേ ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. വിശ്വസിച്ചെടുക്കാൻ പറ്റിയ. അതെ, അതിപ്പോൾ 1.30 വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല. ഇല്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്ത്യയിലൊക്കെ ആ ഒരു പണ്ട് വന്നാൽ ലെതർ സീറ്റൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മോശമൊന്നുമില്ല കേട്ടോ. ആ ഡാഷ്ബോർഡ് എല്ലാം, അതായത് ഞാൻ പറഞ്ഞില്ല, ഫുൾ ഫിറ്റിങ്സ് ഫുൾ ഫീച്ചേഴ്സ് കമ്പനി വിടുന്ന സാധനമാണ്. ഡോറിന്റെ ഒരു കനം എന്താണെന്നറിയോ? ഇത് വർക്കും കാര്യങ്ങളൊന്നും എടുക്കാനില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി. എന്താ വില? നമുക്ക് ലാസ്റ്റ് ഒരു 3.10 കൊടുക്കും. 3.10 മോഡൽ 3.10 2015 ഡീസൽ ആസ്പയർ. അടിപൊളി. 3.10 2015 വണ്ടി. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി. അതായത് ആലോചിക്കേണ്ട ഒറ്റ കേസേ ഉള്ളൂ, ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, അതും ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് 3.10 15 വണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ബലേനോ ആണെങ്കിലോ? ബലേനോ നമുക്ക് 2021 മോഡൽ. 21 മോഡൽ. ഇത് 21 12 മാസം ഇറങ്ങിയ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ് ഇത്. സീറ്റയാ? സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ആകെ 28,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 21 വെറും 28,000 പെട്രോൾ അല്ലേ? അതായത് പ്രൊജക്ടർ എല്ലാം വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഫുൾ ഓപ്ഷന്റെ. നല്ല കിഡിലും സീറ്റ് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ?
ഇതില് ചെറിയ ബമ്പറൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു റീപ്ലേസ്മെന്റ് അല്ല. ബോഡി പാനിലേക്ക് ഒന്നും കയറിയിട്ടില്ല. ആ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇന്റീരിയർ ഒക്കെ ആണ്. നല്ല അടിപൊളി സീറ്റുകൾ കമ്പനിക്ക് നീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതെ അതെ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ. അപ്പൊ എന്തായാലും ബലേനോ സീറ്റ 2021 വണ്ടി എന്ത് വിലക്ക് കൊടുക്കുക? 6,70,000. 6,70,000 കിലോമീറ്റർ, 70,000 രൂപ. 6,70,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. വേറെ അപാകതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോ, ഇതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണ് പൂട്ടി എടുത്തുകൊണ്ട് പോയിക്കോ. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചെറിയൊരു വണ്ടി നോക്കുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും ഫാമിലി പർപ്പസിനൊക്കെ ആണെങ്കിലും സെക്കൻഡ് കാറൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ചെറിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായിന്റെ നിയോസ് ആണ്. നിയോസ് മോഡൽ 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, അത് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 20-60 ഓടിയുള്ളൂ അല്ലേ? ഇത് മാനുവൽ അല്ലേ? മാനുവൽ ഉണ്ട്. ഓക്കെ. പെട്രോൾ ആണ്. അത്യാവശ്യം മോശമില്ലാത്ത മൈലേജ് കിട്ടും. നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട്. ഇത് വേരിയന്റ് സ്പോർട്സാ? ഇത് വേരിയന്റ് സ്പോർട്സോ ആസ്തിയോ? സ്പോർട്സ് അല്ലേ? അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 60 കറക്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. 11-ാം മാസം 2020 ഇറങ്ങിയ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? നമുക്ക് 4,70,000 രൂപ കൊടുക്കാം. 4,70,000. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ അതൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾ കാണിച്ച ഒരുവിധം വണ്ടികളൊക്കെ ഇപ്പൊ നമ്മൾ കാണിച്ച എല്ലാ വണ്ടികളും ഏകദേശം ഫുൾ ഓൺ തന്നെ കയറും. പിന്നെ എപ്പോഴും ഒരു 10,000-20,000 കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ കിടക്കുന്ന ഏത് വണ്ടിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വാറണ്ടി ചെയ്ത് എനിക്കൊന്ന് 15 ശേഷം ഉള്ളതായിരിക്കും എളുപ്പം. ഒരു 17 ശേഷം വണ്ടിയാണ് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ കാണിച്ച ഒരുവിധം വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിയും ചെയ്ത് തരാൻ പറ്റും കേട്ടോ. ഒരു 1 ഇയർ വാറണ്ടി ചെറിയ പേയ്മെന്റ് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഇയർ വാറണ്ടി അല്ലേ? 1 ഇയർ വാറണ്ടി. അടിപൊളി. അപ്പോൾ അതും വേണമെങ്കിൽ ചെയ്ത് തരും. ഇതിപ്പോൾ 4,70,000 അല്ലേ? 4,70,000. ഓക്കെ. ഫുൾ ലോണിൽ എടുത്തുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നല്ല സിവിലും പ്രൊഫൈലൊക്കെ വേണേ. ഞാനൊന്നും ഇല്ലാണ്ട് വന്നിട്ട് പിന്നെ അങ്ങനെ എങ്ങനെയൊന്നും പറയരുത്. അതുപോലെ തന്നെ പോളോ, നമുക്ക് പോളോ ഡീസൽ പോളോ. ഡീസലോ പെട്രോളോ? ഡീസൽ മോഡലോ? 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. 17 1.5 ആണ് കേട്ടോ. 1.5 ഇത് കപ്പഡിഷൻ അല്ലേ? കപ്പഡിഷൻ. ഓക്കെ. പിന്നെ കിലോമീറ്റർ 1,10,000. ജെന്യുവൻ ആണോ? ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ടാവണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ. ഇത് സാധനം പിന്നെ ഓട്ടോമാറ്റിക് ലോക്ക് ആയി പോട്ടെ. അതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമൊന്നുമില്ല. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റീപ്ലേസോ തട്ടുമുട്ടുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നും പമ്പറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ മേജർ ബോഡി പാനൽ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ആപ്പ് വർക്ക് ഇല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഫ്ലഡ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. അല്ല അതൊക്കെ തന്നെയാണ് നോക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട. അപ്പോൾ 2017-18 പോളോ ഡീസൽ 1.10 വണ്ടി. 1.10. വിലയോ? 4,60,000. 4,60,000. അതും ഏകദേശം ഫുൾ ഓൺ തന്നെ കയറും അല്ലേ? ഫുൾ ഓൺ 5 രൂപ കയറണ്ട അല്ലേ? അത്യാവശ്യം വർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ടവർക്ക് നല്ല പെർഫെക്റ്റ് സാധനം. മൈലേജ് ഉണ്ടാവും. 17-18 കൂടിയാണ്. അതെ. അത് നിങ്ങൾ നോക്കിക്കോട്ടെ, മിസ് ചെയ്യണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ചെക്ക് ചെയ്തെടുക്കുക. എപ്പോഴും ഞാൻ പറയും ഡീസൽ പോളോ ഒക്കെ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തോളാം. എവിടുന്നാന്ന് പറഞ്ഞാലും ചെക്ക് ചെയ്തോളാം. അപ്പോൾ എന്തായാലും അടുത്തതായിട്ടൊരു സ്വിഫ്റ്റ് ഡിസയർ. ഏതാ മോഡൽ? ഡിസയർ 2012 മോഡൽ. 12 അല്ലേ? അതെ. ഇന്റീരിയർ കണ്ടാ 12 പറയില്ല. 2012 ZX. അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ ഫുൾ ഓപ്ഷൻ. ഡീസലാ? പെട്രോൾ. ZX ആണല്ലേ? പെട്രോൾ. അന്നത്തെ പെട്രോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പക്ഷേ ഇന്റീരിയർ നല്ല നീറ്റ് ആട്ടോ. നല്ല നീറ്റ് തന്നെ നല്ല നീറ്റാണ്. കിലോമീറ്റർ 70,000. 70. ജെനുവിൻ ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഓണർ ആയിരിക്കും. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്കിപ്പോൾ 12 വണ്ടി എന്ത് വിലയുണ്ട്? നമുക്ക് 3 lakhന് കൊടുക്കും. 3 ലക്ഷം രൂപ. ആ വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ട് അല്ലേ? ക്വാളിറ്റി. ആ ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2012 വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. പിന്നെ മാക്സിമം ഒന്ന് സെറ്റപ്പ് ആയി കൊടുക്കണം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് അത് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഡിസൈർ വേണമെങ്കിൽ നോക്കിക്കോ, മിസ് ചെയ്യണ്ട. വീണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ചെറു വണ്ടി കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഒരു ബോഡി ക്വാളിറ്റിയും വണ്ടീൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. അതെ. അപ്പോൾ ഐറ്റൻ ഏതാ മോഡൽ? ഐറ്റൻ 2017 മാഗ്ന. 17 മാഗ്ന. അതെ. ഇത് കിലോമീറ്ററോ? സെക്കൻഡ് ഓണർഷിപ്പിൽ ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 70 അല്ലേ? അല്ല, കറക്റ്റ് ഒരു 50,000 കിലോമീറ്റർ. 70 നമുക്ക് വേറെ വണ്ടി വരും. ഇത് പിന്നെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അതിന് എല്ലാത്തിനും ഇന്ത്യയിലൊന്നും ഞാൻ പെട്ടെന്ന് കാണിക്കില്ല. കുറച്ച് ഇരുടാവുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാ. ഇത് നമുക്ക് എന്ത് വില ഉണ്ട്? 3,70,000. 370. 2017 വണ്ടിയാണല്ലോ കേട്ടോ. ചെറിയ രീതിക്ക് നെഗോഷിയേറ്റ് ചെയ്തു. ലോ കിലോമീറ്റർ വണ്ടി നെഗോഷ്യബിൾ ആണ്. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. അതുപോലെ തന്നെ ടിയാഗോ ഫുൾ ഓൺ നമുക്ക് ടിയാഗോ ഫുൾ ഓണിന്റെ മേലെ കിട്ടും. അതെ. ഈ സാധനത്തിന് ഇപ്പോൾ വില കുറച്ച് കുറഞ്ഞുകൊണ്ട്. ഇത് മോഡൽ ഏതാ? ഇത് 2018 മോഡൽ ടിയാഗോ. 18 ആണല്ലേ? എക്സെഡ് ആണ് വേരിയന്റ് വരുന്നത്. 18 എന്ന് പറയുമ്പോൾ അന്നത്തെ എക്സെഡ് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. കിലോമീറ്ററോ? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65 ഓടിയിട്ടുള്ളൂ.
പെട്രോൾ ആണ്, ഏകദേശം ഒരു 10-17 കിലോമീറ്റർ മൈലേജ് കിട്ടും. മോശമല്ലാത്ത ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വിലയോ? റേറ്റ് 360. 360. അതെ. ഏകദേശം ഒരു 4 റുപ്യൊക്കെ സുഖമായിട്ട് ലോൺ കയറും അല്ലേ? പ്രൊഫൈൽ പക്കയാണെങ്കിൽ കേട്ടോ, നല്ല പ്രൊഫൈൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലോൺ കിട്ടും. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഇയോൺ കിടക്കണ്ടല്ലോ. ഇയോൺ ഏതാ മോഡൽ? നമുക്ക് 2 ലോ ബഡ്ജറ്റ് വണ്ടിയുണ്ട്, ഒരു ഇയോണും ഒരു ഐട്ടണും. ഓക്കെ, വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. ഇത് ഏതാ മോഡൽ? ഇത് 2012 ഇറ പ്ലസ് ഇയോൺ. 12 ഇറ പ്ലസ് ആണ്. അത്യാവശ്യം എന്താ പറയാ, ബോഡി പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. വണ്ടി എന്താ സ്ഥിതി? റണ്ണിംഗ് എന്താ സ്ഥിതി? റണ്ണിംഗ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക. ആ റേറ്റിന് നല്ലൊരു വണ്ടി. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 1 lakh റേഞ്ച്. 1 lakh റേഞ്ച് ഓടിയിട്ട്. പെട്രോൾ ആണ്, മോശമില്ലാത്ത മൈലേജ് കിട്ടും, കംപ്ലൈന്റ് കുറവായിരിക്കും. പിന്നെ ഫാമിലിക്കൊക്കെ ചെറിയ എക്സ്പെൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വണ്ടി. അല്ല, ഈ ഇയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് ഒക്കെ വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, കംപ്ലൈന്റും കുറവാണ്. ഇതിപ്പോൾ നമുക്ക് 12 വണ്ടി എന്ത് വിലയുണ്ട്? 1,15,000. 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. അടിപൊളി. അതായത് ഇപ്പോൾ അൾട്ടോ ഒന്നും എടുക്കാൻ പോകണം, അൾട്ടോനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ്. അപ്പോൾ 1,15,000 രൂപയ്ക്ക് ഇതെടുത്തുകൊണ്ട് പോകാം. അത് നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും അല്ലേ? എനിക്കൊന്ന് ശ്രീറാമിലൊക്കെ ഒരു 1.5 സുഖമായിട്ട് ലോൺ കയറേണ്ടതാണ്. അപ്പോൾ എന്തായാലും മോശമല്ല, ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട, ആർക്കെങ്കിലും വേണം നോക്കി. അതുപോലെ തന്നെ ഒരു ഐട്ടൺ പഴയ ഷേപ്പ്. അതെ. ഏതാ മോഡൽ? ഇത് 2009 പുതിയ പേപ്പർ എടുത്ത വണ്ടി. 2009 പുതിയ പേപ്പർ. ഈ ഇന്ത്യയിലൊക്കെ എന്നാ നീറ്റാണെന്നറിയോ? ഇത് സ്പോർട്സ് അല്ലേ? ക്വാളിറ്റിയിലുണ്ട്. 1.2 കാപ്പ. സ്പോർട്സ് അല്ലേ? സ്പോർട്സ് 1.2 കാപ്പ. അതെ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒന്നും കുഴപ്പമില്ല. ഇത് സ്പോർട്സ് അല്ല, മാഗ്നയാണ് ചെയ്തിട്ടുണ്ട്. അതെ, അലവിൽ മാറ്റി ചെയ്തത് കണ്ടോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇത് എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ പേപ്പറും പുതിയ പേപ്പർ ഉണ്ട്. 5 വർഷത്തെ നമുക്ക് ഏകദേശം ഒരു 1.15 കൊടുക്കാം. 1.15 അല്ലേ? 1,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഐറ്റം എടുക്കാം. ഇതിന്റെ രണ്ടിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ ഹുണ്ടായിന്റെ വണ്ടിക്ക് കംപ്ലൈന്റ്, പെട്രോളിന് കംപ്ലൈന്റ് വളരെ കുറവ്, മൈലേജ് കുറവാന്ന് വെച്ചാൽ അല്ലേ? ഇതിന് കുറച്ച് കുറവുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം വെച്ചാൽ ഇത് വണ്ടി നല്ല വണ്ടിയാട്ടോ, എഞ്ചിൻ അടിപൊളിയാണ്, ഒരു കംപ്ലൈന്റും വരില്ല. 1.15 2 വണ്ടി കിടപ്പുണ്ട്. 2 വണ്ടിയും കൂടി 1.15 അല്ല, ഇതിന് 1.15 അതിന് 1.15. വിളിച്ചാൽ മതി, ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ. ഈ ഐറ്റന് പുതിയ പേപ്പർ ഉണ്ട്. അതെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മൈക്ര ഉണ്ടല്ലോ. ഇത് 2015 മോഡൽ മൈക്ര. 15 ഡീസലാ? ഡീസൽ അല്ല, പെട്രോൾ ആണ് അല്ലേ? ഇത് XV അല്ല XL അല്ലേ? XL ഓപ്ഷൻ പോലെ വന്നാണ്. ഇതിന്റെ പക്ഷേ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. വണ്ടി നല്ല നീറ്റാട്ടോ, മോശമൊന്നുമില്ല. ന്യൂ ഷേപ്പ് ആണ്. 15 കിലോമീറ്റർ 65. അതായത് ശരിക്കും ഇപ്പോൾ നിങ്ങളൊരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതും 1.2 ആണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ലുക്ക് മാത്രം ഒന്ന് മാറി അല്ലേ? പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് വളരെ കുറവാണ്. ഡീസലാണ് 25-30 അടുത്ത് മൈലേജ് കിട്ടിയാണ്. വേറെ അപാധമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 15 വണ്ടി എന്തോ 2,65,000. 2.65. അടിപൊളി, നല്ല പ്രൈസ് ആട്ടോ. അതും ഈ ന്യൂ ഷേപ്പ് വണ്ടിയാണ് നൽകുന്നത്. 2,65,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? ഇതൊക്കെ സുഖമായിട്ട് 2 ലക്ഷം രൂപ മിനിമം കിട്ടും. 15 മോഡലില്ലേ? ഓക്കെ. അപ്പൊ അത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ ബാങ്ക് ഒന്നും ആയിരിക്കില്ല, ഈ പറഞ്ഞ പോലെ തന്നെ വല്ല ശ്രീരാമോ അല്ലേ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. ലോണിന്റെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രാൻഡ് ഐറ്റൺ. ഇതേതാ മോഡല്? ഇത് 2016 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ്. 16 സ്പോർട്സ് അല്ലേ? ഇതും ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. അലോവീൽസ് ഇല്ലാന്നുള്ളൂ. ഇല്ല. എന്തെങ്കിലും അപാകത ഉണ്ടോ ബ്രോ? ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടി വണ്ടി. ഇതാണ് 70 ഓടി അല്ലേ? ഓക്കെ. നല്ല വൃത്തിയുണ്ടോ വണ്ടി? അതായത് ഈ ഐറ്റന്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു വലിയ വണ്ടിയുണ്ട്, ഒരു സെക്കൻഡ് വണ്ടി കൂടി വേണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാനുവൽ മതി എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. നല്ലൊരു ഓപ്ഷൻ ആട്ടോ. കംപ്ലൈന്റ് വളരെ കുറവാണ്. പെട്രോളാണ്. വില നമുക്ക് 3.55. 2016 വണ്ടിയാണ്, അതും സ്പോർട്സ് ആണ് അല്ലേ? ഓക്കെ. മോശമില്ലാത്ത എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. അലവിയിൽ വെച്ച് ബാക്കി എല്ലാം ഉണ്ട്. 3.70 അല്ലേ? അല്ല, 3.55. എന്തെങ്കിലും കുറയൂലേ? ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. അടിപൊളി. വാഗണറോ? വാഗണർ 2018 ഓട്ടോമാറ്റിക് വണ്ടി. 18 അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. AMT വരും. VXI ആണ്. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? കിലോമീറ്റർ 70,000. അപ്പോൾ അതൊന്നുമില്ല വേറെ? നീറ്റ് വണ്ടി. പിന്നെ ഇന്ത്യയിൽ നല്ല നീറ്റാട്ടോ. പിന്നെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വരും. വിലയോ? 4,30,000 കൊടുക്കാം. 4.30. 18 വണ്ടി ആട്ടോ. അതിനെന്തായാലും ആ വില വരും. പിന്നെ അതിന് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 ലക്ഷത്തി. പിന്നെ അത് മാത്രമല്ല, ഈ ഷേപ്പ് വണ്ടി ഓട്ടോമാറ്റിക്കിന് ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട്. അതും 18 വണ്ടി കിട്ടാൻ കുറവാണ്, കാരണം റയർ അധികം ഇല്ല ഈ ഒരു ഷേപ്പിൽ. അതുകൊണ്ടാണ് പറയുന്നത്. 4.30 അല്ലേ? 4.30. എന്തെങ്കിലും കുറയൂലേ? ചെറിയ രീതിക്ക് കൺഫേം ആയിട്ട് 4 ലക്ഷം രൂപ ലോണും കയറും. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം. പിന്നെ അപാധമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ? അപ്പോൾ അതായത് നമ്മുടെ ക്ലബ്സിൽ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി നമ്മുടെ i20 ആക്റ്റീവ് ആണ്. ഇത് പെട്രോളാ? ഇത് ആക്റ്റീവ് പെട്രോൾ. ഓക്കെ. അതായത് ഞാൻ ഈ സെയിം സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്രോളാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും ഏതാ മോഡല്? ഇത് 2016 മോഡൽ. 16 ആണ്. 2016 പെട്രോൾ വേരിയന്റിൽ ആക്റ്റീവ് അല്ലേ? വേരിയന്റ് ശരിക്കും എസ്സാ? വേരിയന്റ് എസ്. അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെ വരും. ഇതിൽ 6 എയർ ബാഗ് ഒന്നും വരില്ല കേട്ടോ. അലോയിൽ സെപ്പറേറ്റ് കമ്പനി സാധനം തന്നെ ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ച് വീലാണ് വരുന്നത്.
എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. നീറ്റ് വണ്ടി. ഇന്ത്യയിൽ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. സീറ്റ് അവർ കാര്യങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നും ഇല്ലാത്തതില്ല. നല്ല കട്ട ടയറും ഉണ്ട് കേട്ടോ. നല്ല നീറ്റാണ് വണ്ടി. പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര ഓടിയുള്ളൂ അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. 58,000 ലോ കിലോമീറ്റർ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ നമുക്ക് വിലയാണെങ്കിൽ എന്ത് വില വരും? 4,20,000 കൊടുക്കും. 4,20,000 കൊടുക്കാം. അടിപൊളി. 4,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആലോചിക്കണം. 2016 മോഡല് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു പെട്രോൾ വണ്ടി. കംപ്ലൈൻ്റ് ഒക്കെ വളരെ വളരെ കുറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 100% ഫുൾ ലോൺ കിട്ടും കേട്ടോ. കണ്ണും ഉറപ്പ് പറയാം. അപ്പോൾ ആ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കിട്ടുള്ളൂ. പിന്നെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും കുറേ വണ്ടികൾ കാണിച്ചു നമ്മൾ. ഒരുവിധം വണ്ടികളൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതൊക്കെ ഗ്യാരണ്ടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വെറുതെ പറയുന്നതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നാളെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണാനുള്ളതാണല്ലേ. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാണാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. നമ്മൾ കുറച്ചെണ്ണത്തിനൊന്നും ഇന്ത്യയിൽ കാണിച്ചില്ല. ഫോട്ടോസ് ഒക്കെ വിളിക്കുന്നവർക്കൊന്നും അയച്ചു. കാറ്റലോഗ് ഉണ്ട് നമ്മുടെ നമ്പറിൽ. വാട്സാപ്പിൽ ഹായ് അയച്ചാൽ നമ്മൾ കാറ്റലോഗ് എല്ലാം കാണിക്കും. സെപ്പറേറ്റ് വീഡിയോ വേണോ ഫോട്ടോ വേണോ എന്ത് വേണം, എന്താ എന്നോട് ചോദിച്ചാൽ മതി, നമ്മൾ അയച്ചു തരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം അല്ലേ? എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.